ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ലൈറ്റ് ആകുമ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ലേ? അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഹെയർ എങ്ങനെ കെയർ ചെയ്യുന്നു, ഹെയർ എങ്ങനെ ഞാനാണ് എൻ്റെ മുടി കട്ട് ചെയ്ത് വിടുന്നത് ഞാനാണ്. എൻ്റെ ബേബി താഴെ നിന്ന് കത്രിക വെച്ച് വെട്ടി കളിക്കുന്നു. അപ്പോൾ എൻ്റെ മുടി വെട്ടി വിടുന്നത് ഞാനാണ്. മുന്നേയൊക്കെ അമ്മയാണ് വെട്ടി വിട്ടുകൊണ്ടിരുന്നത്. ആഫ്റ്റർ ഡെലിവറി ഞാനാണ് സ്വന്തമായിട്ടാണ് എൻ്റെ മുടി വെട്ടുന്നത്. അപ്പം ഞാനെങ്ങനെയാണ് മുടി വെട്ടണമെന്നും ഞാൻ എങ്ങനെയാണ് മുടി കെയർ ചെയ്യണമെന്നുമാണ് ഡെലിവറിക്ക് ശേഷം അതായത് ഡെലിവറിക്ക് ശേഷമല്ല, 2019-20 നമ്മുടെ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ എൻ്റെ മുടി കൊഴിഞ്ഞു തുടങ്ങിയതാണ്. അതായത് ഞാൻ ഒരു 2019 മുൻപേ എൻ്റെ മുടി എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ പനങ്കൊല പോലെ അതേപോലെ കിടന്ന്, അതായത് നമുക്കിങ്ങനെ രണ്ട് കൈ വെച്ച് പിടിച്ചാൽ പിടി പറ്റാത്ത രീതിക്കുള്ള മുടി എൻ്റെ തലയിലുണ്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷം ആണ് എൻ്റെ മുടി കൊഴിഞ്ഞു തുടങ്ങിയൊരു കാൽഭാഗത്തോളം കൊറോണ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും മുക്കാൽ ഭാഗത്തോളം ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ഹോർമോൺ ചേഞ്ചസും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഹോർമോൺസും കാരണമൊക്കെ ബാക്കി മുക്കാൽ ഭാഗം മുടിയും കൊഴിഞ്ഞു പോയി. ഇപ്പോൾ കാൽഭാഗം മുടി മാത്രമേ ഇപ്പോൾ എൻ്റെ തലയിൽ നിലവിലുള്ളൂ. അപ്പോൾ അത് കാരണം അതായത് ഇങ്ങനെ ഒരു ദിവസം കുളിക്കുമ്പോഴത്തേക്കും, ഡെലിവറി കഴിഞ്ഞ് ഒരു ദിവസം കുളിക്കുമ്പോഴത്തേക്കും ഒരു പിടി മുടി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഊരി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ടെൻഷനായിട്ട് ഞാൻ ഇക്കച്ചിട്ട് പറഞ്ഞിട്ട് ഇക്കച്ചി നെടുമങ്ങാട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ എന്നെ കൊണ്ടുപോയി കാണിച്ചു, ഹെയറിൻ്റെ കാര്യങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഹോർമോൺ ചേഞ്ചസ് കാരണം നോർമലി മുടി കൊഴിയുന്നത് സാധാരണയാണ്, അത് സാധാരണമായിട്ടുള്ള കാര്യമാണ്, അതിൽ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താണെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ മുടി കൊഴിയുന്നതാണെങ്കിൽ നമുക്കത് ഓക്കെ എൻ്റെ മുടി കൊഴിയുന്നു എന്നുള്ളൊരു സംഭവം, ഡെലിവറിക്ക് ശേഷം മുടി കൊഴിയുന്നു എന്നുള്ളൊരു സംഭവം വർക്കാവും. പക്ഷേ ഇത്രത്തോളം മുടി ഒരു ദിവസം കൊഴിയുമ്പോഴത്തേക്കും എന്തിൻ്റെങ്കിലും കുറവാണോ, എന്തിൻ്റെങ്കിലും ഡെഫിഷ്യൻസി ആണോ, പോരാൻ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരാളാണ്, അപ്പം എന്തിൻ്റെങ്കിലുമൊക്കെ കുറവ് കാരണം സംഭവിക്കുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെടുത്ത് കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് അതിനകത്ത് D3യുടെ ലെവൽ തീരെ കുറവായിരുന്നു. നമുക്ക് D3 ഇല്ലാന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തും ഹെയർ ഫോൾസും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല, ഹെയർ ഫോൾസ് ഉണ്ടാവും, അങ്ങനെ ഒരു സംഭവമാണ്. നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് D3 എന്ന് പറയുന്നത്. എനിക്കത് തീരെ ഉണ്ടായിരുന്നില്ല. അതേപോലെ കാൽഷ്യത്തിൻ്റെ കുറവും നല്ലോണം ഉണ്ടായിരുന്നു. കാൽഷ്യം നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കുറവും എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എനിക്ക് അതിൻ്റെ D3യുടെ ടാബ്ലറ്റും കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റും തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ നല്ലോണം ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ഡാൻഡ്രഫിന് ഒരു ഷാമ്പൂ തന്നു. അതേപോലെ മസാജ് ചെയ്യാൻ വേണ്ടി ഒരു ഹെയർ സിറം കൂടെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല. ഈ D3 ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും ഈ ഹെയർ ഫോൾസ് ഉണ്ടാകുന്നതിൽ ഒരു പരിധി വരെ, ഒരു പകുതിയോളം ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയെന്നല്ലാതെ അതിൽ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനത് പതിയെ അങ്ങ് നിർത്തി. ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ല വിലയാണ് ഇതിനൊക്കെ. അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ അങ്ങ് നിർത്തിയിട്ട് പതിയെ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളിലേക്ക് അങ്ങ് തിരിച്ചു പോവാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. അതായത് 2019 മുന്നേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഹെയർ എങ്ങനെയാണോ കെയർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സംഭവത്തിലോട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നോർമലി ഹെയർ ഡെയിലി കോംബ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കുളി കഴിഞ്ഞ് വന്നാൽ മുടി ഉണങ്ങിയതിന് ശേഷം കൈ വെച്ച് മുടിയുടെ കെട്ട് അഴിച്ചു വിടുന്ന ഒരാളാണ്. ഹെയർ കോംബ് ചെയ്ത് കൃത്യമായിട്ട് മിനുക്കി വെക്കുന്ന ഒരാളല്ല. 2 ദിവസം ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു ദിവസം മുടി ചീകി വെക്കണേ. എനിക്ക് അങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. എനിക്ക് ഡെയിലി മുടി കിടന്ന് ചീകണമെന്നും ഇഷ്ടമുള്ള കാര്യമില്ല. മെയിൻ കേസ് എനിക്ക് മടിയാണ്. അപ്പം അങ്ങനെ ഞാൻ പണ്ട് ചീകുകളായിരുന്നു. ഡെലിവറിക്കൊക്കെ ശേഷം ഞാൻ ഡെയിലി മുടി ചീകുമായിരുന്നു. കുളിക്കാൻ പോകുന്നതിന് മുന്നേ മുടി ചീകും, കുളി കഴിഞ്ഞ് വന്നിട്ട് ആ നനവോടെ പിന്നെ മുടി ചീകും, പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വീണ്ടും മുടി ചീകും. അപ്പം ഞാനതെല്ലാം അങ്ങ് കട്ട് ചെയ്തു. 2 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് കോതാതെ നാളെ ചീകി, അതായത് ഇന്ന് ചീകാതെ നാളെ ചീകിയാലും മറ്റന്നാൾ ചീകാതെ അങ്ങനെ റാൻഡമായിട്ട് ചീകി പോകാൻ തുടങ്ങി. പിന്നെ അത് ഞാൻ ഒരാഴ്ചയൊക്കെ ചീകാതെ മുടി അങ്ങനെ തന്നെ വെക്കുന്ന സംഭവമായി. കൈ വെച്ച് കെട്ട് വിട്ടതിന് ശേഷം മുടി ചീകാതെ വിടാൻ തുടങ്ങി. ഒരാഴ്ച വരെയൊക്കെ അങ്ങനെ തന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ മുടി എനിക്ക് കൊഴിയുന്നതിൽ വ്യത്യാസം വന്നു. അതേപോലെ എൻ്റെ മുടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുമ്പ് പൊട്ടുന്ന മുടിയാണ്. അതായത് പെട്ടെന്ന് കെട്ട് വീഴും ചെയ്യും. നമ്മൾ ഈ ചീപ്പിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തുമ്പ് പൊട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും മുടിക്ക് താഴോട്ട് നീളം വെച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും. അപ്പോൾ അതിനെ ഞാൻ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുക എന്നുള്ളൊരു സംഭവമായി. അതിനൊക്കെ മുന്നേ അതായത് 2019 മുന്നേ ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി കൃത്യമായിട്ട് ഒരു ദിവസം മുടി വെട്ടി വിടാൻ ശ്രമിക്കുമായിരുന്നു. അതായത് എൻ്റെ മുടി പല സൈസിലാണുള്ളത്. അതായത് ഒരേ ലെങ്തിൽ ഒരേ അളവിലല്ല എല്ലാ മുടിയും ഉള്ളത്, പല ഷേപ്പ് പല ലെങ്തിലാണ് കിടക്കണേ. അപ്പം ഓരോ മുടിയും കണ്ടുപിടിച്ച് അതിൻ്റെ തുമ്പ് ഞാൻ കട്ട് ചെയ്ത് വിടുമായിരുന്നു അന്ന്. ആ സംഭവം ഞാനിപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ 5 ഇതളിൻ്റെ ചെമ്പരത്തി ഇല അരച്ച് താളിയാക്കി അത് തലയിൽ ആഴ്ചയിൽ ഒരു ദിവസം തേക്കുമായിരുന്നു. ആ സംഭവം ഞാൻ തിരിച്ചു കൊണ്ടുവന്നു.
അങ്ങനെയുള്ള കുറേ പൊടിക്കൈകൾ ഞാൻ തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ മുടി കൊഴിയുന്നത് കുറേയൊക്കെ കുറഞ്ഞു. അതേപോലെ ബേബി ഹെയർ വരാൻ തുടങ്ങി. ഹെയറിന് നമ്മുടെ സാധാരണ ഈ വളർന്നിരിക്കുന്ന ഈ ഹെയറിൻ്റെ ലെങ്ത് കൂടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് എനിക്കുണ്ടായി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ഹെയർ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബേബിയുടെ ഹെയർ കട്ട് ചെയ്ത് പിറ്റേ ദിവസം എൻ്റെ ഹെയർ കട്ട് ചെയ്യാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബേബിയുടെ ഹെയർ വീട്ടിലൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹെയറിനെ കട്ട് ചെയ്യുന്നൊരു സംഭവം വിട്ടുപോയി. ഈ മാസം ഞാൻ ആ ഒരു സംഭവം വിട്ടുപോയി. അപ്പം ഇതാണ് എൻ്റെ മുടി. ഒത്തിരി ഭയങ്കര ലെങ്തൊന്നും ഉള്ള മുടിയല്ല, ഇത്രയും ലെങ്ത് ഉള്ള മുടിയാണ്. പണ്ട് നല്ല ലെങ്തും നല്ല കട്ടി ഉള്ളൊക്കെ ഉള്ള മുടിയായിരുന്നു. ഇപ്പം അത്രയൊന്നും ഇല്ല. ഒരു പരുവത്തിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു സംഭവമാണ്. അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ മുടി നല്ലോണം ചീകി ഉടക്ക് കളയും. ഉടക്ക് കളഞ്ഞതിന് ശേഷം മുടിയിൽ ഉടക്ക് കാണും. ഉണ്ട്, സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുടി അഴിച്ചിടാൻ പറ്റുന്ന ഒരു മുടിയല്ല, പെട്ടെന്ന് ഉടക്ക് പിടിക്കുന്ന മുടിയാണ്. കാരണം എനിക്ക് അഴിച്ചിടാനൊന്നും പറ്റത്തില്ല. പോരായിട്ട് ബേബി ഉള്ളതുകൊണ്ട് അഴിച്ചിടാൻ പറ്റത്തില്ല. അതേപോലെ ബൈക്കിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും മുടി അഴിച്ചിടാതെ പോകണതാണ് നല്ലത്. പോരായിട്ട് കെട്ടി വെച്ച് ശീലമായപ്പോഴത്തേക്കും എനിക്കിപ്പോൾ മുടി അഴിച്ചിടുന്നതിനോട് വലിയ താല്പര്യമില്ല. ചീകിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടി പല ലെങ്തിലാണ് ഓരോ മുടി ഉള്ളതെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ കറക്കിയാണ് കേട്ടോ എടുക്കണേ. കറക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ തുമ്പ് ഇടയ്ക്കിടയ്ക്ക് വിട്ട് നിൽക്കുന്ന തുമ്പൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ഇങ്ങനെ ഒരു പിരിപിര സംഭവം വരുന്നേ കണ്ടോ, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ മുടി, ഇങ്ങനെ എഴുന്നേറ്റ് വരും. അപ്പോൾ അതിൻ്റെ തുമ്പ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കത്രിക എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ബേബി വിചാരിച്ചു ബേബിയുടെ മുടി വീണ്ടും വെട്ടാനായിരുന്നു. അങ്ങനെയാണ് സാറ് വെപ്രാളപ്പെട്ടൻ ഇടിപ്പിക്കറിയിരുന്നത്. അപ്പോൾ നമുക്ക് മുടിയുടെ തുമ്പ് കട്ട് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാറ്. ഒത്തിരി കട്ട് ചെയ്ത് വിടുന്നില്ല, ലേശം ഒന്ന് കട്ട് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഒത്തിരി കട്ട് ചെയ്തൊന്നും വിടത്തില്ല. ഓരോ മുടിയുടെയും തുമ്പ് കണ്ടുപിടിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് വിടല്. അതേപോലെ ഞാൻ അപ്പുറത്തെ സൈഡും ചെയ്യുന്നുണ്ടേ. നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, എപ്പോഴും ഹെയറിൽ ശ്രദ്ധിക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ എണ്ണ വാരി പൊത്തി വെക്കാണ്ടിരിക്കുക. ഞാൻ കണ്ട ഡോക്ടർമാരെല്ലാം പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത് എണ്ണ ഒത്തിരി ഉപയോഗിക്കാതിരിക്കുക. വെറുതെ എണ്ണ വാരി തേച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഹെയറിന് കൊടുക്കാനുള്ള വൈറ്റമിൻസും കാൽഷ്യം അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ കുറേ എണ്ണ വാരി പൊത്തി വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാണ് അവർ പറയണേ. ബേബിക്കെന്ന് മാത്രമല്ല എൻ്റെ ഇക്കയ്ക്കും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഞാൻ ഈ മുടി വെട്ടി കളയുന്നത്. ഞാൻ രണ്ട് സൈഡിലെ മുടി വെട്ടി, എൻ്റെ മുടി വെട്ടി താഴോട്ട് വീഴുന്നതിനനുസരിച്ച് എൻ്റെ ബേബി നാഗനുണ്ടായിരുന്നു. അവനത് ഇഷ്ടമല്ല, എൻ്റെ അമ്മയ്ക്കും അത് ഇഷ്ടമല്ല, എൻ്റെ ഇക്കയ്ക്കും അത് ഇഷ്ടമില്ല. ഈ മാസം ഞാൻ കൃത്യമായിട്ട് ഈ മുടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി വിടുന്നത് പോലും അവർക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയില്ല. അപ്പം ഞാൻ മുടി വെട്ടി. ഇനി നമുക്കിതിൽ എണ്ണ തേച്ച് കൊടുക്കാവേ. നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ തേക്കുന്നത്, വേറെ എണ്ണകളൊന്നും ഞാൻ തേക്കാറില്ല. നാടൻ തേച്ചരാം ബേബിക്ക് എണ്ണ തേക്കണമെന്ന് പറയുന്നുണ്ട്. നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ തേക്കണേ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തേക്കുള്ളൂ. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ എണ്ണ തേക്കുമല്ലോ, അതാണല്ലോ സംഭവം. നോർമലി നമ്മൾ എണ്ണ തേക്കാറുണ്ടല്ലോ. എണ്ണ തേച്ചാൽ മുടി വളരും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടും തേക്കാം. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എണ്ണ തേക്കുള്ളൂ. ഈ എണ്ണ തേച്ചതിന് ശേഷം ഞാൻ സാധാരണ രാത്രിയാണ് കേട്ടോ മുടി വെട്ടണേ. ഇന്നിപ്പോൾ ഒത്തിരി ദിവസം താമസിച്ച് പോയതുകൊണ്ടാണ് ഇന്ന് പകൽ എണ്ണ വെട്ടാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ രാത്രി വെട്ടത്തുള്ളായിരുന്നു.
രാത്രി വെട്ടി എണ്ണ വെച്ചതിന് ശേഷം രാവിലെ അല്ല, ഞാൻ കുളിക്കാൻ 12:30 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് അതിനൊരു 15 മിനിറ്റ് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യണ താളി തലയിൽ തേച്ച് വെച്ചതിന് ശേഷം കഴുകി കളയലാണ് പതിവ്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് 11:20 എണ്ണ വയ്ക്കുമ്പോഴത്തേക്കും 11:20. അപ്പം ഞാനൊരു 12:30 മണിക്കൊക്കെ കുളിക്കാനാണ് പോകണമെന്നുണ്ടെങ്കിൽ 1 മണിയൊക്കെ ആവും കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 മണിക്കൊക്കെ കുളിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12:45 ആകുമ്പോഴത്തേക്കും തലയിൽ താളി വെച്ചതിന് ശേഷം 1 മണിക്ക് കുളിച്ച് കഴുകി കളഞ്ഞ് ഇറങ്ങി വരികയാണ് ചെയ്യണേ. ഞാൻ ലേശം എണ്ണയെ തേക്കുള്ളൂ, എല്ലാവരും ചെയ്യണ പോലെ ഒത്തിരി എണ്ണയും തേക്കത്തില്ല. അതേപോലെ ഞാൻ തലയിൽ എണ്ണ വയ്ക്കത്തില്ല, എനിക്ക് അലർജിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തുമ്മും, അതുകൊണ്ട് ഞാൻ തലയിൽ എണ്ണ വയ്ക്കത്തില്ല. ഉച്ചിയിൽ ഒരു തുള്ളി എണ്ണ വയ്ക്കും, വെച്ച് വിടും എന്നല്ലാതെ തലയിൽ അങ്ങനെ എണ്ണ വാരി പൊത്തത്തില്ല. ഞാൻ എണ്ണ തേച്ച് വിട്ടു. നമുക്ക് കുറച്ച് നേരം മുടി റെസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് അവിടെ ഇരുന്ന് സെറ്റ് ആവുന്ന സമയത്തേക്ക് നമുക്ക് വീട്ടിനകത്തെ ജോലിയൊക്കെ ഒതുക്കി തൂത്തുവാരി തുടച്ച് ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം താളി റെഡിയാക്കുമ്പോഴത്തേക്കും ബാക്കി കാണിക്കാം. ഞാൻ വെട്ടിയിട്ട മുടി ഞാൻ കുറച്ച് മുടിയേ വെട്ടുള്ളൂ. എല്ലാ മാസവും കൃത്യമായിട്ടും മുടി വെട്ടുന്നത് കൊണ്ട് കുറച്ച് മുടിയേ ഞാൻ വെട്ടി വിടുള്ളൂ. ഞാനത് കാണിക്കാതെ എണ്ണ കുപ്പി നിറച്ചോട്ടെ. ഇത്രയും മുടിയാണ് ഞാൻ വെട്ടിയിട്ടത്. അതിൽ ബാക്കി കുറച്ച് മുടി ഞാൻ കോതിയപ്പോൾ കൊഴിഞ്ഞു വീണ മുടിയാണ്. പിന്നെ കുറച്ച് മുടിയെ വെട്ടിവിട്ടിട്ടുള്ളേ. ഞാൻ 5 ഇതൾ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇത് അരച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഷാമ്പു സംഭവം സെറ്റ് ചെയ്യണേ, താളി. അപ്പോൾ ഞാനിത് അരച്ചെടുത്തു. ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. ഇനി ഞാനിതൊരു 10 മിനിറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ഒന്ന് വിട്ട് മാറി അതിൻ്റെ കറക്റ്റ് ആ ഇലയുടെ ചാറ് നമുക്ക് മാറി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-10 മിനിറ്റ് ഇവിടെ വെച്ചേക്കുവേ. ഗൈസ്, ഇവിടെ കറണ്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റണമെന്ന് അറിയാൻ വയ്യ. വെച്ച് അത് സെറ്റായി. ഇനി നമുക്കത് തലയിൽ തേക്കാം. തലയിൽ തേച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് കേട്ടോ കുളിക്കുക. കറണ്ടില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി ഇരുന്നാണ് തേക്കണേ. നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. അയ്യോ, കറണ്ട് പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്നിപ്പോൾ തീരെ വെട്ടമില്ല. അപ്പോൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ലൈറ്റ് പോയടാ, കറണ്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും, കാലടിക്കുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ നമ്മൾ 10-15 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാനും എൻ്റെ ബേബിയും എന്നും തണുപ്പാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. തലയും അതെ, ദേഹവും അതെ, ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് വരാം. അപ്പം ഞങ്ങൾ രണ്ടാളും കുളിച്ചിട്ട് വന്നു. ഞാനതൊക്കെ കഴുകി കളഞ്ഞ് നല്ല സെറ്റായി. അപ്പം നമ്മൾ ഈ മാർക്കറ്റിൽ കാണുന്ന കുറേ കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റും കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഈ താളിയില, കറക്റ്റ് താളിയില, അത് ചെമ്പരത്തിയില, അതേപോലുള്ള സാധനങ്ങൾ, നെല്ലിക്കയൊക്കെ, അതേപോലെ തേങ്ങ മേടിക്കാൻ പറ്റത്തില്ല എൻ്റെ പൊന്നേ. അതുപോലെയൊക്കെ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ ഈ കെമിക്കലൊന്നും യൂസ് ചെയ്തിട്ട്, അതായത് ഈ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന മരുന്നുകളായാലും എന്ത് സാധനമായാലും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതിന് എൻ്റെ തലയുടെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. മാക്സിമം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സി യു. ബൈ ബൈ, സി യു പറഞ്ഞ പിന്നെ ബൈ ബൈ, സി യു.